രവിയെ ഇങ്ങോട്ട് പോടാ, രാവിലെ കുളിച്ചു ഷേവിങ് ചെയ്തു. 5:30-ക്കുള്ള വണ്ടിക്ക് മോള് വരും. അവള് വന്നിട്ട് വേണം ഗുരുവായൂർക്ക് പോകാൻ. നാട്ടിലൊരു വട്ടനുണ്ടെങ്കിൽ സമയം പോലും അറിയത്തില്ല. ഹലോ, സാർ അവിടെ വരെ എത്തി? ഞാനിവിടെ ഐമനം മൃഗാശുപത്രിയുടെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. സാറിന് വഴിയൊന്നും തെറ്റിയിട്ടില്ലല്ലോ അല്ലേ? അവിടെ നിന്ന് നേരെ പോന്നെച്ചാൽ മതി. ഞാനിവിടെ ഉണ്ട്. ഓക്കെ. പതിനഞ്ച് വർഷം മുമ്പ് കിട്ടിയ കള്ള്. ഞായറാഴ്ച ആയിട്ട് മനുഷ്യന് വീട്ടിൽ പോലും പോകാൻ പറ്റുന്നില്ല. ഇയാള് സീനിയറായി പോയി. എത്ര നേരമായിട്ട് നോക്കി നിൽക്കുവോ? ഇനിയെങ്കിലും എടുത്ത് കളയടാതെ. അതിന് ഞാൻ വലിച്ചു കഴിഞ്ഞില്ലല്ലോ. ഈ മുടിഞ്ഞ KSRTC ബസ്സിൽ 4 മണിക്കൂർ യാത്ര. ഇനിയേലും KSRTC ബസ്സിന് നിരോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. അതിനല്ലേ നിന്റെ ബാഗിൽ സാധനം ഇരിക്കുന്നത്. അത് ശരിയാ. ഇതുപോലുള്ള കാര്യത്തിലൊക്കെ 2 അടിച്ചിട്ട് പോകുന്നത് നല്ലതാ. വാ, നമുക്ക് 2 അടിച്ചിട്ട് പോവാം. SP ഓഫീസ് റിപ്പോർട്ട് കൊടുക്കേണ്ടതാ. വന്നിറങ്ങിയ ഉടനെ SP ഓഫീസിലോട്ട് കൊണ്ട് റിപ്പോർട്ട് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? വാ സാർ, നമുക്ക് 2 അടിക്കാം. നീ അങ്ങ് അടിക്കുക, എനിക്ക് വേണ്ട. 2 അടിച്ചാലേ ചാടിച്ചാടി നിൽക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ഒരാളിരിപ്പുണ്ടല്ലോ. ഞാൻ ഈ അഡ്രസ്സ് സുഹൃത്ത് ചോദിച്ചിട്ട് വരാം. അതെ, എൻ്റെ മോൾ 5:30 വണ്ടിക്ക് വരും. കത്തിലെഴുതിയിട്ടുണ്ടായിരുന്നു. കത്തോ? അവൾ 5:30 വണ്ടിക്ക് വരും. വട്ട് കേസാ. വാ, പോയേക്കാം. വാ. എത്ര തെളിയാത്ത കേസാ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അതിപ്പോൾ ഒന്നുകൂടിയായി. എന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഓരോ മാതാപിതാക്കളും ഇരിക്കുന്നത്. സാറേ, ഈ കേസ് നമ്മൾ എവിടെയൊക്കെ പോയി അന്വേഷിച്ചു, വല്ല തുമ്പും കിട്ടിയോ? തുമ്പ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കേസന്വേഷണം നമ്മുടെ ചുമതലയല്ലേ. നീ അടിച്ചിട്ട് വാ. കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ പോയി. കിട്ടിയതോ ഏറ്റവും ഒരു തലയോട്ടി. ഏതോ ഒരുത്തൻ ഇതുപോലൊരു ആറ്റിച്ചാടി തലയോട്ടി മുക്കി പിടിച്ചോണ്ട് വന്നേക്കുക. അതിൻ്റെ പേര് അന്വേഷണം. സാറേ, നമുക്ക് ആ വട്ടനോട് പോയി ഒന്നുകൂടെ സംസാരിച്ചാലോ? 2 അടിച്ചിട്ട് ആ വട്ടനോട് പോയി സംസാരിക്കുന്നത് നല്ല രസമാണ്. താനത് കുടിച്ചിട്ട് പാടൂ. ചേട്ടൻ ആരെ നോക്കി നിൽക്കുക? 5:30-ക്കുള്ള വണ്ടിക്ക് മോള് വരും. അവളെ നോക്കിയിരിക്കുക. മോൾ എവിടം വരെയാണെന്നൊന്നും ഫോൺ ചെയ്ത് ചോദിച്ചില്ല?
അവൾ വന്നിട്ട് വേണം ഗുരുവായൂർക്ക് പോകാൻ. ഇതുവരെ ഗുരുവായൂർക്ക് പോയിട്ടില്ല. ഇല്ല. കളയിടൂ. എന്നാ പോയേക്കാം. ഇതെൻ്റെ മോളയച്ച കഥ. ഒന്ന് നോക്കിക്കേ, അവൾ 5:30ക്കാണോ വരുന്നതെന്ന്. വാടൂ. എന്നാ ഇതുകൂടെ വായിച്ചിട്ട് പോയാലോ? അച്ഛേ, ഞാൻ വരുന്നു വീട്ടിലേക്ക്. ഇവിടെ എനിക്കിനി നിൽക്കാൻ പറ്റില്ല. എൻ്റെ കൂട്ടുകാരി മരിച്ചു. എന്താണ് കണ്ടുവെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ കണ്ടു. ഞാനാണ് കണ്ടത്. അതിനാൽ അവർ എന്നെയും കൊല്ലും. അതുകൊണ്ട് ഞാൻ വരുന്നു. ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുവാൻ എനിക്കാവില്ല. ഞാൻ വരുന്നു അച്ഛേ. 5:30ക്കുള്ള വണ്ടിക്ക് ഞാൻ വരും. എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ തലമുറയോടാണ്. നിങ്ങളുടെ ശബ്ദം ഉയർന്നാലേ ഇനിയുള്ള ഓരോ ആൾക്കാരും പ്രതികരിക്കും. കഴിഞ്ഞ 6 മാസമായി ഞാൻ ഒരു അന്വേഷണത്തിലാണ്. അതിന്ന് ഇവിടെ അവസാനിച്ചു. പൂജ, ആ കുട്ടിയെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ആ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയാനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ കുട്ടി ജീവനോടെ ഇല്ല. ഇതിന് കാരണക്കാരൻ ആരാണ്? നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് കാരണം നമ്മുടെ ഭരണകൂടമാണ്. ആ കുട്ടിയുടെ മരണത്തിൽ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. സ്റ്റേഷനിൽ പൊടിപിടിച്ച് കിടക്കുന്ന മറ്റൊരു കേസായി ഇത് മാറും. എൻ്റെ പേര് രവി. എനിക്ക് ഭരണകൂടത്തിൽ ഒരു വിശ്വാസവുമില്ല. വർഷങ്ങളായി എൻ്റെ മകളുടെ നീതിക്ക് വേണ്ടി ഞാൻ പോരാടുന്നു. ഒരു ഫലവുമില്ല. എൻ്റെ അവസ്ഥ ഇനിയൊരച്ഛനും വരരുത്. അതിനാൽ എൻ്റെ മരണക്കുറിപ്പ് ഒരു വ്യക്തിയുടെ പേരിലല്ല, ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിയമപാലകർക്കും വേണ്ടിയാണ്. എൻ്റെ മരണം കൊണ്ട് ആർക്കും ഒന്നുമില്ല എന്നെനിക്കറിയാം. എന്നാൽ ഇനി വരുന്ന തലമുറയെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കണം. എനിക്കും എൻ്റെ മകൾക്കും എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചത് ഇനി മറ്റൊരാൾക്കും ഉണ്ടാവരുത്. ഇനി ഇത് ആവർത്തിക്കപ്പെടരുത്.